കാൽപന്തുകളി ആവേശത്തിലാണ് ലക്ഷദ്വീപും. ഫുട്ബോളിൽ ഭാവി താരങ്ങളെ വളർത്തിയെടുക്കുക എന്ന ഉദ്യമത്തിലാണ് ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ. അബ്ദുൽ സലാം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന്റെ കീഴിൽ പുരോഗമിക്കുന്ന ഗ്രാസ് റൂട്ട് കോച്ചിംഗ് ക്യാമ്പിലാണ് നാം ഇപ്പോൾ. ഫുട്ബോൾ വേൾഡ് കപ്പിന്റെ ഫൈനൽ നിമിഷങ്ങളാണ് കടന്നു പോകുന്നത്. കുട്ടികളും തീർച്ചയായും അതിനോടൊപ്പം തന്നെയാണ്. അർദ്ധരാത്രിയായാലും അവരും കളി കാണാറുണ്ട്. ഫൈനലിൽ ആരൊക്കെയാണ്, ഏതൊക്കെ ടീമാണ് കളിക്കുന്നത്? ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് ടീം? എല്ലാവരും അർജന്റീന. സ്പെയിനിൽ ഇഷ്ടപ്പെട്ട കളിക്കാരന്റെ പേരറിയോ? യമീൻ യമാൽ. പിന്നെ നിക്കോ വില്യംസ്. വെരി ഗുഡ്, അടിപൊളി. 2016 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പൂർണ്ണ അംഗീകാരം ലഭിച്ചതിന് പിന്നാലെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ ശ്രദ്ധേയമായ നേട്ടങ്ങളാണ് ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷൻ സ്വന്തമാക്കിയത്. 2017 കോഴിക്കോട് നടന്ന സന്തോഷ് ട്രോഫി സെലക്ഷൻ മീറ്റിലൂടെ ദേശീയ ഫുട്ബോളിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കമായി. തുടർന്ന് BC റോയ് ദേശീയ അണ്ടർ 17 ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഉൾപ്പെടെ വിവിധ ദേശീയ മത്സരങ്ങളിൽ ലക്ഷദ്വീപ് ടീമുകളുടെ പങ്കാളിത്തം ഉറപ്പാക്കാൻ അസോസിയേഷന് സാധിച്ചു. ഇതിലൂടെ ലക്ഷദ്വീപ് ഫുട്ബോളിന്റെ പുതിയ യുഗപ്പിറവിക്ക് തുടക്കമാവുകയായിരുന്നു. 2016 ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ അംഗീകാരം ലക്ഷദ്വീപിന് കിട്ടുന്നത്. ഇന്ത്യൻ ഫുട്ബോളിന്റെ കോമ്പറ്റീഷൻ കമ്മിറ്റിയിൽ ലക്ഷദ്വീപ് ഫുട്ബോളിന്റെ പ്രസിഡന്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ ലക്ഷദ്വീപിന്റെ സെക്രട്ടറി ബീച്ച് ഫുട്ബോളിന്റെ കമ്മിറ്റിയിലും വർക്ക് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇന്ത്യൻ ഫുട്ബോളിനെ സംബന്ധിച്ച് 8-9 സ്ഥാനത്തിൽ ഇന്ത്യൻ ഫുട്ബോളിൽ ലക്ഷദ്വീപുണ്ട്. പ്രത്യേകിച്ച് ബീച്ച് ഫുട്ബോൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ ഫുട്ബോളിന്റെ കമ്മിറ്റി ലക്ഷദ്വീപിനെയും അന്തമാനെയും ചുമതലപ്പെടുത്തിയിരിക്കുകയാണ്. എല്ലാ വർഷവും ബീച്ച് ഫുട്ബോൾ ടൂർണമെന്റ് കവരത്തിയിൽ ഇന്റർവെൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വർഷം ഒക്ടോബർ 3rd വീക്കിൽ നടക്കാൻ പോവുകയാണ്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകൾ കൊണ്ട് തന്നെ ബീച്ച് ഫുട്ബോളിൽ സ്വാഭാവിക മികവ് പുലർത്തിയിരുന്ന ലക്ഷദ്വീപ് ഇന്ന് ദേശീയ തലത്തിൽ ശക്തമായ സാന്നിധ്യമാണ്. 2023 ഡ്യൂ ബീച്ച് ഗെയിംസിൽ ദേശീയ ചാമ്പ്യന്മാരാകാനും നാഷണൽ ഗെയിംസിലും ഖേലോ ഇന്ത്യയിലും കേരളത്തിനും ഗോവയ്ക്കും പിന്നിൽ 3ാം സ്ഥാനം സ്വന്തമാക്കാനും ലക്ഷദ്വീപ് ടീമിന് സാധിച്ചു. ഈ നേട്ടങ്ങളുടെ തുടർച്ചയായി ഇന്ത്യൻ ബീച്ച് ഫുട്ബോൾ ടീമിലേക്ക് ചരിത്രത്തിലാദ്യമായി ലക്ഷദ്വീപിൽ നിന്നുള്ള MB മുഹമ്മദ് അക്രമിനെ തിരഞ്ഞെടുക്കുകയും ദേശീയ ടീമിന്റെ ആദ്യ 30 സാധ്യതാ താരങ്ങളുടെ പട്ടികയിലേക്ക് ദ്വീപിലെ നിരവധി താരങ്ങളെ എത്തിക്കാനും അസോസിയേഷന്റെ പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞു. അക്രം നമ്മളോടൊപ്പം ഉണ്ട്. ഏത് ടീമാണ് ഫേവറേറ്റ്? സ്പെയിൻ. അർജന്റീന അല്ല, മെസ്സിയുടെ ആളാണ്. ഫുട്ബോളിന്റെ ശാസ്ത്രീയ വികസനം ലക്ഷ്യമിട്ട് തദ്ദേശീയ പരിശീലകരെയും റഫറിമാരെയും വളർത്തിയെടുക്കുന്നതിനായി അംഗീകൃത പരിശീലന കോഴ്സുകൾ ദ്വീപുകളിൽ തന്നെ സംഘടിപ്പിക്കുന്നു. അതോടൊപ്പം ഗ്രാസ് റൂട്ട് പരിശീലന ക്യാമ്പുകൾ, വനിതാ ഫുട്ബോൾ വികസന പദ്ധതികൾ, യുവതാര പരിപോഷണ പരിപാടികൾ തുടങ്ങി ദീർഘവീക്ഷണത്തോടെയുള്ള നിരവധി പദ്ധതികളാണ് കഴിഞ്ഞ 11 വർഷമായി ലക്ഷദ്വീപ് ഫുട്ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വിജയകരമായി നടപ്പാക്കി വരുന്നത്. ദൂരദർശൻ ന്യൂസ്, കവരത്തി.